സോ അതിന്റെ രീതി ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ബ്ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ആളുകൾക്ക് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. കുറച്ച് ദിവസമായി ആ ഒരു വീഡിയോ വന്നിട്ട് പുള്ളിക്കാരി വന്നിട്ട് സായി പറ്റിയുടെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് സായി കുറച്ച് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സായി ഏകദേശം 48 വീഡിയോളം രേണു സുധിയെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ അതിൽ നിന്ന് കിട്ടിയതും പിന്നെ അവൻ്റെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് പൈസ അവൻ രേണുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. രേണു അതിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ഇട്ടതുമാണ്. എന്നാൽ ലക്ഷ്മി നക്ഷത്ര ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസത്തിന് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയാ, കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു വീട്ടിൽ ചെല്ലുന്നതും ഈ പറയുന്ന രേണുവിനെ ഹെൽപ്പ് ചെയ്യുന്നതും പെർഫ്യൂം കൊടുക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള സകല സാധനങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കി കൊണ്ടുവന്നിട്ട് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്ത വ്യക്തിയാണ് ഈ വന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഒരു പെർഫ്യൂമിൻ്റെ വീഡിയോ നിങ്ങൾ വളരെ എന്തു പറയണ്ടേ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് സാഡ് BGM കുത്തിക്കയറ്റി നിങ്ങൾ പോസ്റ്റ് ചെയ്യരുതായിരുന്നു. ഇതിപ്പോൾ സായിയെ സംബന്ധിച്ച് സായി കൊടുത്ത പൈസ എത്രയാണെന്ന് അവൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് കൊടുത്തത്. അത് അവൻ്റെ ഇഷ്ടമാണ്, അവന് അങ്ങനെ തോന്നി അവൻ കൊണ്ടുവന്ന് കൊടുത്തു. അതിപ്പം അവൻ വന്ന് അത് വെളിപ്പെടുത്താതിരിക്കുകയോ. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞ ആ ഒരു ഫാമിലിയായിട്ട് അത്രയും അടുത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു. ഈ സുധി മരിച്ചു പോയതിൻ്റെ ദിവസം കണ്ട് നിങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എത്രയോ വീഡിയോസ് നിങ്ങൾ അവരെ ബേസ് ചെയ്തിട്ടിരിക്കുന്നു, അവരുടെ ഫാമിലി ബേസ്. അതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. അതായത് പക്ക ഒരു സീരിയൽ പോലെ നിങ്ങൾ അത് ചിത്രീകരിച്ചിട്ട് പിന്നെ നിങ്ങൾക്കിത് വന്ന് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ പാഷാണ ഷാജി കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനകത്ത് ഇവരെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാം. ലക്ഷ്മി നക്ഷത്രം മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം സുധിച്ചേട്ടൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഒരു പെർഫ്യൂമിന്റെ ഒരു ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് അത് തോന്നും. ഇപ്പൊ എനിക്ക് ഈ സുധിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ രാജേഷ് പറവൂര് ഞങ്ങൾ ഒന്നിച്ചു ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. നമ്മൾ ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ആളുകൾക്ക് അതായത് ജനങ്ങളിലേക്ക് ഇവർ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത്, മനസ്സിലായോ? അതായത് അവരെ വെച്ച് മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇവർക്ക് ഇതിനെയൊക്കെ പറ്റി വന്ന് പറയാൻ യാതൊരു യോഗ്യതയില്ല. വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ സുധി മരിച്ചതിന് ശേഷം ഒരുപാട് സെലിബ്രിറ്റീസ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഇവരാരും വന്ന് ഞങ്ങൾ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു എന്നൊന്നും അവരാരും വന്ന് പറയുന്നില്ല, മനസ്സിലായോ? പക്ഷേ ലക്ഷ്മി കാണിച്ചു കൂട്ടിയ എന്തൊക്കെയാ? ഇപ്പം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരാളെ വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയാനായിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് പുതിയ വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നത് അത് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക, ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. അയ്യോ ഞങ്ങൾ അറിയാതെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ ഈ സുധിക്കെതിരെ കുറേ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത. അതെ, സുധി കടത്തിന് മുകളിൽ കടമായിട്ട് നിന്ന സമയത്ത് പോലും ഈ സുധിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരെ ആരെയും കണ്ടിട്ടൊന്നുമില്ല. സുധിക്ക് വേണ്ടി വീഡിയോ ചെയ്യാനും കണ്ടിട്ടില്ല. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടി യൂട്ടിലൈസ് ചെയ്ത്. കാര്യം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കണ്ടൻറ്റാണ്. ഞാനിപ്പോൾ രേണുവിൻ്റെ വീഡിയോ ചെയ്യാറില്ല, ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുമുണ്ട്. കാര്യം ഇനി ഞാൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് ഓൾറെഡി ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ ഒരു പരിപാടി ഞാൻ നിർത്തി. പിന്നെ രേണുവിനെ പറ്റി നല്ലത് പറയാനും ഇല്ല, ചീത്ത പറയാനും ഇല്ല. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും ഇനി താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, അത് ഞാൻ പാലിക്കുന്നുമുണ്ട്. അപ്പം ഇവരുടെ ഫാമിലി ഇത്രയും ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പോലും ഇവരെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ കൂടെ സഹകരിച്ച
മറ്റേ പാഷാണം ഷാജി പറയുന്നത്. ഇതിനൊന്നും ലക്ഷ്മി നക്ഷത്ര ഒരു മറുപടിയും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ലക്ഷ്മി നക്ഷത്ര ആരെങ്കിലേക്ക് പറ്റിയിട്ട് വന്നിരുന്ന് ഈ ഒരു രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. സ്റ്റിൽ ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ രേണുവിനെ പോയി കണ്ടോ? നിങ്ങൾ പോയി കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തോ? ഇനി മേബി ചെയ്യുകയോ ചെയ്യാത്തത് മേബി ഇനി ആരെങ്കിലും പുറത്ത് അറിയാത്തതായിരിക്കും. പക്ഷേ ലക്ഷ്മി നക്ഷത്രം വന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ രേണുവിൻ്റെ സ്വഭാവം അനുസരിച്ച് രേണു അത് പോസ്റ്റ് ചെയ്തിരിക്കും. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കല്ലേ മോൾക്കെന്താ തോന്നണത്? അതെ, നമുക്ക് അങ്ങനെ തോന്നുന്നു. പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറെ കൂടി ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണം. ജെന്യൂൻ ആണെങ്കിൽ അങ്ങനെ ഹൈഡ് ചെയ്ത് ചെയ്യാതിരിക്കും. മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും സുധിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രേ കൊടുക്കുമോ? കേട്ടല്ലോ, ജെന്യുവൻ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇരു ചെവി അറിയരുത്. അതായത് ഒരു കൈ സഹായിക്കുന്നത് മറ്റൊരു കൈ അറിയരുതെന്നല്ലേ പറയുന്നത്. അതുപോലെ ആരും അറിയാതെ വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. ആ പെർഫ്യൂമിൻ്റെ കഥയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. രേണു ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് യാതൊരു മണവുമില്ല, അതിനകത്ത് നാറ്റമാണെന്ന്. പിന്നെ ലക്ഷ്മി പറയുന്നു ഇതണക്ക് നിർബന്ധിച്ച് അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല പല സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഒരു വ്യക്തതയില്ല. അപ്പോൾ മാക്സിമം രേണുവിനെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒരു അർഹതയില്ല. എന്തായാലും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂയും കൂടെ കാണാം. ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു അന്ന് മുതൽ എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതിന്റെ രീതിയാണ്. സ്മേജി ഇപ്പം ഇന്നായിട്ടാണെങ്കിലും നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. റിയാക്ഷൻ ചെയ്തിട്ടുണ്ടോ? ചേച്ചി പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി ആൾക്കാരെ അറിയട്ടെ ചിലതൊക്കെ അദ്ദേഹം കൊടുത്തത്. അതെ, അറിയട്ടെ അപ്പം പക്ഷെ ചേച്ചിയെ വിമർശിച്ചത് വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞു. കണ്ടില്ലല്ലേ? ലക്ഷ്മി ചേച്ചി ചെയ്തതില് പെർഫ്യൂമിന്റെ വീഡിയോയില് അതില് കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കയറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ബാക്കിയൊക്കെ ചേച്ചിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ഞാൻ BGM ഇട്ടതിന് ഇവരന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ എഡിറ്റിംഗ് ടീമാണ് ഇത് മൊത്തം ചെയ്യുന്നത്, എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന്. ഇപ്പോൾ ഇവരുടെ ഒരു പറച്ചിൽ കണ്ടില്ല, അതിനിപ്പോൾ എന്താ തെറ്റ്? BGM ഇട്ടതിന് എന്താണ് പ്രശ്നം? അതായത് ഇവർക്കറിയാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ നീഡ്സിന് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. അല്ലാതെ ഇവർക്ക് ഈ പറയുന്ന സ്നേഹമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ഒരു ഫാമിലിയെ പറ്റിയിട്ട് ഇവർ വീഡിയോ ചെയ്യുന്നതായിക്കോട്ടെ, അവരോട് സഹകരിക്കുന്നതായിക്കോട്ടെ, നമ്മളെങ്ങും കണ്ടതൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് അവരുടെയൊക്കെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അതിനകത്ത് ഈ സ്നേഹം, സിമ്പതി ഇങ്ങനെയുള്ള സാധനമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതിന് വെറുതെ വന്നിരുന്ന് ലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഉള്ള ഒരു ചൊറിച്ചിലുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിൻ്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ഞാൻ സംസാരിക്കാറേ ഇല്ല. പക്ഷേ എന്തോ പറയണ്ട, ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ BGM കുത്തിക്കയറ്റി കാണിച്ചിട്ട് അതുവഴി പൈസ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വളരെ പുച്ഛം, മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിന് നിങ്ങളൊക്കെ വന്ന് പ്രതികരിച്ചിട്ടുണ്ടോ? ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കണ്ടിട്ട് അത് റിയാക്ട് ചെയ്ത് പല ആൾക്കാർക്കും അത് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുവാ? നാടിന് എന്തെങ്കിലും നന്മ കിട്ടുന്ന പ്രവർത്തികളാണോ ചെയ്യുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡയലോഗ് ഒന്നും അടിക്കരുതേ. അവരെ വെച്ചിട്ട് മാക്സിമം പൈസ ഉണ്ടാക്കി നിങ്ങൾക്കൊരു ലേശമെങ്കിലും അവരോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്നേ അവരെ കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല? അവർക്ക് വേണമെങ്കിൽ അതിലൂടെ അവർക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താറുന്നല്ലോ. നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. ഞാനൊരു കണ്ടന്റ് എന്താ പറയുക, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എൻ്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതിൻ്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള ഇപ്പോൾ രേണുവിൻ്റെ വീട്ടിൽ പോയി രേണുവിനെ ഈ ഒരു സിറ്റുവേഷനിൽ പോയി കാണാത്തത് മേ ബി വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് വെച്ചിട്ടാണോ? അതോ ഇനിയിപ്പം എന്തോ പറയണ്ടേ, വെറുതെ എന്തിനാ മാക്സിമം കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇനി പോയി കാണണ്ട എന്ന് വെച്ചിട്ടാണോ? എനിക്കറിയാൻ വയ്യ. സാധാരണ അത്രയും ശ്രുതിയായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ട ഒരു വ്യക്തിയാണ്.
വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും, ബീജിയം ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, കാരണം എൻ്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഈ സീക്രട്ട് ഏജന്റ് എന്ന ആള് 48 വീഡിയോയിൽ കിട്ടിയ വരുമാനത്തിൽ നിന്ന് കുറച്ച് തുക കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സീക്രട്ട് ഏജന്റ് ഉദ്ദേശിക്കുന്നത് രേണുസുതിയെ വെച്ച് ചെയ്ത എല്ലാവരും ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടി. കാര്യം ചോദിച്ചോട്ടെ, ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ്, അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും നാൾ കൂടെ നിന്ന് മാക്സിമം അവരെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളിങ്ങനെ വന്ന് സംസാരിക്കുന്നത്. രേണു സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും എടുത്തു വെച്ച് വിമർശിച്ചിരിക്കുന്നത്. അല്ലാതെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കണം, രേണുവിന് ഇതുപോലൊരു മാരക രോഗം വരും എന്നൊക്കെ ഞങ്ങളാരും മുൻകൂട്ടി കണ്ടിട്ടൊന്നുമല്ല. പിന്നെ രേണുവിനെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ഒരു വിഷയത്തിൽ ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനും രേണുവിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അത് പേഴ്സണലി എല്ലാവരും തീരുമാനിച്ചൊരു കാര്യമാണ്. കുറച്ച് എമൗണ്ട് രേണുവിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്താലോ എന്ന് വരെ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിപ്പം നമ്മളാരും വന്ന് പറയണമെന്നോ സംസാരിക്കണമെന്നോ ഇല്ല. പക്ഷേ ലക്ഷ്മി നക്ഷത്രം ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട്, അതായത് നല്ലൊരു കാര്യം ചെയ്തിട്ടും പിന്നെയും അതിനകത്ത് ചൊറിഞ്ഞ് അതിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ മോശം സിറ്റുവേഷൻ നിങ്ങൾ പബ്ലിക്കിനെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഒരു മനുഷ്യരും ചെയ്തിട്ടില്ല. രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.